Hello dear children, welcome to Kids Area Online. Class 4 English Christmas exam കഴിഞ്ഞിരിക്കുകയാണ്. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലല്ലേ? യെസ്, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തേർഡ് ടേം ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 29 തിങ്കളാണ്. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ട്യൂഷൻ ഉള്ളത്. മൺഡേ ടു ഫ്രൈഡേ വൈകുന്നേരം 1 മണിക്കൂർ ലൈവ് ക്ലാസ് ഉണ്ടാകും. അതുപോലെ ഇംഗ്ലീഷും മലയാളവും എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അതിൻ്റെ ക്ലാസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ വെക്കേഷൻ തുടക്കത്തിലാണ്. മാർച്ചിൽ അഡ്മിഷൻ എടുക്കും. ഏത് ക്ലാസ്സിൽ അഡ്മിഷൻ ആയാലും അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ക്ലാസ് 4 ഇംഗ്ലീഷ് എക്സാം 2025. ഒന്നാമത്തെ ചോദ്യം, ആക്ടിവിറ്റി 1 ലിസൺ ആൻഡ് ആൻസർ. ടീച്ചർ ഒരു സ്റ്റോറി പറഞ്ഞു തന്നാണല്ലോ, അത് ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യണം? ആൻസർ എഴുതുക എന്നുള്ളതായിരുന്നു. സ്റ്റോറി എന്താണ്? റിയ വാസ് എ ചിയർഫുൾ 10-year-old ഗേൾ. റിയ എന്ന് പറയുന്നത് 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ഷീ ഹാഡ് ഷോർട്ട് ബ്ലാക്ക് ഹെയർ. ചെറിയ ബ്ലാക്ക് ഹെയർ ആണുള്ളത്, കുറച്ച് അധികം നീളമില്ലാത്ത ബ്ലാക്ക് കറുത്ത തലമുടിയാണുള്ളത്. ഷീ ഓൾവേസ് ഓർ എ ബ്രൈറ്റ് റെഡ് റിബൺ. എപ്പോഴും ഒരു ചുവപ്പ് നൂൽ എന്ത് ചെയ്യും? അവൾ ധരിച്ചിരിക്കും, കെട്ടിയിരിക്കും. റിയ ലവ്ഡ് ആനിമൽസ്. റിയയ്ക്ക് മൃഗങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. വൺ ഈവനിങ്, ഒരു ദിവസം വൈകുന്നേരം, റിയ വാസ് വാക്കിംഗ് ബാക്ക് ഫ്രം ദ സ്കൂൾ. ഒരു ദിവസം റിയ സ്കൂളിൻ്റെ ബാക്കിൽ നിന്ന് നടക്കുകയായിരുന്നു. ഷീ ഹേർഡ് എ ക്രൈ. ഒരു കരച്ചിൽ കേട്ടു. ഇറ്റ് വാസ് എ സ്മോൾ ബ്രൗൺ പപ്പി. അതൊരു ചെറിയ തവിട്ട് നിറത്തിലുള്ള നായ്ക്കുട്ടിയായിരുന്നു. ദ പപ്പി വാസ് ലൈയിങ് അണ്ടർ എ ബിഗ് ട്രീ. ഒരു വലിയ മരത്തിൻ്റെ അടിയിൽ ആ പപ്പി കിടക്കുമായിരുന്നു. ഇറ്റ് ഹാഡ് എ വൈറ്റ് പാച്ച് ഓൺ ഇറ്റ്സ് ഹെഡ്. അതിൻ്റെ തലയിൽ എന്താണ്? വൈറ്റ് പാച്ച് ഉണ്ട് അതിൻ്റെ തലയിൽ. ദ പപ്പീസ് ലെഗ് വാസ് ട്രാപ്ഡ് അണ്ടർ എ സ്റ്റോൺ. പപ്പിയുടെ കാല് ഒരു സ്റ്റോണിൻ്റെ അടിയിൽ കുടുങ്ങിയിരിക്കുകയാണ്, കല്ലിൻ്റെ അടിയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ദ പപ്പി ലുക്ക്ഡ് ഫ്രൈറ്റേൺഡ്. റിയെ കണ്ടപ്പോൾ പേടിയോടെ റിയെ നോക്കി. ഓ poor thing, റിയ said softly, don't cry dear, I will help you. കരയണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. She gently removed the stone. പതിയെ ആ സ്റ്റോണിനെ റിമൂവ് ചെയ്തു, മാറ്റി. The puppy was happy. പപ്പി ഭയങ്കര സന്തോഷത്തിലായി. It wagged its tail and looked at her. വാലാട്ടിക്കൊണ്ട് അവളെ നോക്കി. അപ്പം ഇതായിരുന്നു സ്റ്റോറി. റിയ ലവ്ഡ് ബേർഡ്സ് ആണോ, ഫ്ലവേഴ്സ് ആണോ, അനിമൽസ് ആണോ, ഗെയിംസ് ആണോ? റിയ എന്താ ഇഷ്ടപ്പെട്ടിരുന്നേ? റിയ ഇഷ്ടപ്പെട്ടിരുന്നത് അനിമൽസിനെയാണ്. അനിമൽസ് ആണ്. ഒന്നാമത്തെ ചോദ്യത്തെ ഉത്തരം. റിയ ഹേർഡ് എ. റിയ എന്താ കേട്ടെ? കരച്ചിൽ കേട്ടു. എന്താ കേട്ടെ? ക്രൈ. റിയ ഹേർഡ് എ ക്രൈ. റിയ ഒരു കരച്ചിലാണ് കേട്ടത്. മൂന്നാമത്തെ, റിയ ഫൗണ്ട് എ പപ്പി. വേർ വാസ് ഇറ്റ്? റിയ ഒരു പപ്പിയെ കണ്ടെത്തി. എവിടെ നിന്നാണ് കണ്ടെത്തിയത്? അണ്ടർ എ കാർ, ഇൻ ദ സ്കൂൾ ഗ്രൗണ്ട്, അണ്ടർ എ ബിഗ് ട്രീ, നിയർ ഹെർ ഹോം. എവിടെയാ? അണ്ടർ എ ബിഗ് ട്രീ, ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിലാണ്. റിയ സ്റ്റോറി ടെൽസ് അബൌട്ട്. റിയയുടെ സ്റ്റോറി പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു സുഹൃത്ത് ബന്ധത്തെക്കുറിച്ച്. ഹോബീസ്, ഹോബികളെക്കുറിച്ച്. സ്കൂളിനെ കുറിച്ച്. ലവ് ടുവേർഡ്സ് അനിമൽസിനോടുള്ള സ്നേഹത്തെക്കുറിച്ച്. അതാണ് ശരി, ബി ആണ് ശരി. ഡോണ്ട് വെറി ഡിയർ, ഐ വിൽ ഹെൽപ്പ് യു. ഹൂ സെഡ് ദിസ്? ഇത് ആരാ പറഞ്ഞേ? ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞത് ആരാ? റിയ ആയിരുന്നു പറഞ്ഞത്. ഓക്കെ, ഇതായിരുന്നു ഒന്നാമത്തെ ആക്ടിവിറ്റിയുടെ ആൻസർ. രണ്ടാമത്തെ ആക്ടിവിറ്റി 2 റീഡ് ആൻഡ് റൈറ്റ്. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇത് റീഡിംഗ് പാസേജ് വായിച്ചിട്ട് താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. ഇൻ എ ക്വൈറ്റ് ഗ്രീൻ ഫോറസ്റ്റ് there lived a cheerful little rabbit named മിന്നു. ഒരു പച്ചപ്പ് നിറഞ്ഞ ഫോറസ്റ്റിൽ, ശാന്തത നിറഞ്ഞ ഫോറസ്റ്റിൽ ഒരു ചെറിയൊരു റാബിറ്റ് താമസിച്ചിരുന്നു. പേരെന്താ? മിന്നു. മിന്നു വാസ് സ്മോൾ ബട്ട് ഷീ വാസ് വെരി ക്ലവർ. മിന്നു ചെറുതാണെങ്കിലും നല്ല ബുദ്ധിയുള്ളവളാണ്. എവറി മോർണിംഗ് ഷീ ഹോപ്ഡ് ഔട്ട് ഓഫ് ഹെർ ബുറോ ലുക്കിംഗ് ഫോർ ഫുഡ്. എല്ലാ ദിവസവും രാവിലെ അവൾ എന്ത് ചെയ്യും? ഫുഡ് അന്വേഷിച്ച് പോവും. വൺ സണ്ണി മോർണിംഗ് മിന്നു ഫൗണ്ട് എ ബിഗ് ക്യാരറ്റ് നിയർ ദ റിവർ. ഒരു ദിവസം മിന്നു ഒരു വലിയ ക്യാരറ്റ് നദിയുടെ കരയിൽ കണ്ടു.
സൂൺ എ ഹംഗ്രി ഫോക്സ് അപ്പിയർഡ് there. പെട്ടെന്നാണ് അവിടെ വിശന്ന് നിൽക്കുന്ന ഒരു ചെന്നായ അവിടെ വന്ന് പ്രത്യക്ഷമായത്. എ ലിറ്റിൽ റാബിറ്റ് ഫോർ മൈ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ. ഇന്ന് ആ ലിറ്റിൽ റാബിറ്റിന്റെ ആഹാരമാകും, രാവിലത്തെ പ്രഭാത ഭക്ഷണമാകും. സെഡ് ദ ഫോക്സ്. ഫോക്സ് പറഞ്ഞു. മിന്നു ഗോട്ട് ഫ്രൈറ്റൻഡ്. മിന്നു പേടിച്ചു പോയി. ബട്ട് ഷീ ക്വിക്ലി ഗോട്ട് ആൻ ഐഡിയ. മിന്നു ക്ലെവർ ആയതുകൊണ്ട് പെട്ടെന്നൊരു ഐഡിയ കിട്ടി. ഓ മിസ്റ്റർ ഫോക്സ്, ഷീ സെഡ് പൊളൈറ്റ്ലി. ദേവോടെ പറഞ്ഞു, മിസ്റ്റർ ഫോക്സ്, യു കനോട്ട് ഈറ്റ് മീ നൗ. എന്നെ ഇപ്പൊ കഴിക്കല്ലേ. ലുക്ക് അറ്റ് ദാറ്റ് ഷാഡോ ബിഹൈൻഡ് യു. ആ ഷാഡോ കണ്ടോ എൻ്റെ പുറകില്. എ ലയൺ ഈസ് കമ്മിങ് ടു ഈറ്റ് അസ് ബോത്ത്. ആ ലയൺ, ഒരു സിംഹം ഞങ്ങൾ രണ്ടുപേരെയും കഴിക്കാനായിട്ട് വരുന്നു. എ ലയൺ, ഒരു സിംഹം. ദ ഫോക്സ് ടേൺഡ് അറൗണ്ട് ഇൻ ഫിയർ. ഫോക്സ് എന്ത് ചെയ്തു? പേടിച്ച് തിരിച്ചോടി. പേടിച്ച് തിരിഞ്ഞു. ഇറ്റ്സ് ദ ടൈം. ആ സമയത്ത് മിന്നു ക്വിക്ലി ടുക്ക് ദ ക്യാരറ്റ്. മിന്നു ആ ക്യാരറ്റ് എടുത്തു. ആൻഡ് ഹോപ്ഡ് അവേ ഫാസ്റ്റ്. വേഗത്തിൽ ചാടിപ്പോയി. ദ ഫോക്സ് ഡിഡ്ന്റ് ഫൈൻഡ് എനി ലയൺ. ഫോക്സിന് ഒരു ലയനെ, സിംഹത്തെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ബിക്കോസ് ദർ വാസ് നോ ലയൺ അറ്റ് ഓൾ. അവിടെ ലയണൊന്നും ഇല്ലായിരുന്നു. മിന്നു റീച്ച്ഡ് ഹോം ആൻഡ് ഏറ്റ് ദ ക്യാരറ്റ്. മിന്നു വീട്ടിലെത്തി ക്യാരറ്റ് കഴിച്ചു. ഇതാണ് പാസേജ്. ഇനി മിന്നു എന്ന് പറയുന്നത്, മിന്നു ഈസ് എ ലയൺ, റാബിറ്റ്, ഫോക്സ്, മങ്കി. മിന്നു എന്ന് പറഞ്ഞാൽ ആരാ? മിന്നു എന്ന് പറഞ്ഞാൽ റാബിറ്റ്. മിന്നു എന്ന് പറഞ്ഞാൽ ആരാണ്? റാബിറ്റ്. വാട്ട് ഡിഡ് മിന്നു ഫൈൻഡ് നിയർ ദ റിവർ? റിവറിന്റെ കരയിൽ മിന്നു എന്താ കണ്ടെത്തിയേ? ആപ്പിളാണോ, ഫിഷാണോ, ബെറിയാണോ, ക്യാരറ്റ് ആണോ? ക്യാരറ്റ്. ഓക്കെ. ഹൂ വാണ്ടഡ് ടു ഈറ്റ് മിന്നു? മിന്നുവിനെ കഴിക്കാൻ ആഗ്രഹിച്ചത് ആരാ? ഫോക്സ്. മിന്നുവിനെ കഴിക്കാൻ ആഗ്രഹിച്ചത് ആരായിരുന്നു? ഫോക്സ് ആയിരുന്നു. ഓക്കെ. ഫൈൻഡ് എ വേർഡ് ഫ്രം ദ സ്റ്റോറി വിച്ച് മീൻസ് അഫ്രൈഡ്. പേടിച്ചു എന്നതിന് പകരം സ്റ്റോറിയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാ? ഫ്രൈറ്റൻഡ്. ഏത് വാക്കായിരുന്നു? ഫ്രൈറ്റൻഡ്. Read the following sentence and choose the correct statement. The fox is afraid of the lion. Minnu got frightened on seeing the fox. The lion was behind the fox. The fox turned to see the lion. ഇതിൽ ഏതൊക്കെയാ ശരി? ദ ഫോക്സ് ഈസ് അഫ്രൈഡ് ഓഫ് ദ ലയൺ. ഫോക്സ് ലയണിനെ പേടിച്ചു. മിന്നു ഗോട്ട് ഫ്രൈറ്റൻഡ് ഓൺ സീയിങ് ദ ഫോക്സ്. മിന്നു ഫോക്സിനെ കണ്ട് പേടിച്ചു. ദ ലയൺ വാസ് ബിഹൈൻഡ് ദ ഫോക്സ്. ഫോക്സിന്റെ പുറകിലുണ്ടായിരുന്നോ ലയൺ? ഇല്ല. ദ ഫോക്സ് ടേൺ ടു സീ ദ ലയൺ. ഫോക്സ് എന്ത് ചെയ്തു? ലയണിനെ കാണാൻ വേണ്ടി തിരിഞ്ഞു. യെസ്, ശരിയാണ്. അപ്പോൾ എ ശരി, ബി ശരി, ഡി ശരി. അതെവിടാ വരുന്നേ? എ, ബി ആൻഡ് ഡി ആർ കറക്റ്റ്. ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. ഓക്കെ, ഇതായിരുന്നു രണ്ടാമത്തെ ആക്ടിവിറ്റി. ആക്ടിവിറ്റി 3 പിക്ചർ സ്റ്റോറിയാണ്. ഈ പിക്ചർ മനസ്സിലാക്കിയ ശേഷം ആ പിക്ചറിൽ നിന്ന് എന്തുണ്ടാക്കുക? സ്റ്റോറി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ ആക്ടിവിറ്റി. അത് ഓരോ കുട്ടികളും അവരുടേതായ രീതിയിലായിരിക്കും എഴുതുക. 4Aയും 4Bയും കോൺവെർസേഷൻ ആണ്, സംഭാഷണമാണ്. Minnu is fond of stories. She wants to take some books for reading. റീഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുക്കുകൾ വേണം. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മിന്നു ആൻഡ് ഹെർ ടീച്ചർ. മിന്നുവും ടീച്ചറും തമ്മിലുള്ള കോൺവെർസേഷനാണ് എഴുതാനുള്ളത്. അവർക്ക് ബുക്കുകൾ വായിക്കാൻ വേണം, അതിന് വേണ്ടിയിട്ട് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ. ആക്ടിവിറ്റി 4B വരുന്നത്, ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ ഐസക് ran into the living room. They saw their mother lying on the floor. Write the conversation between ദിൽന ആൻഡ് ഹെർ ബ്രദർ. ദിൽനയും ബ്രദറും തമ്മിലുള്ള കോൺവെർസേഷൻ. അമ്മ അവിടെ തറയിൽ കിടക്കുന്നുണ്ട്. ആ സമയത്ത് ദിൽനയും ബ്രദറും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനായിരുന്നു 4B. അപ്പോൾ 4Aയും 4Bയും കോൺവെർസേഷനാണ്. 5A അഡ്വർടൈസ്മെന്റും 5B പോസ്റ്ററും ആണ്. 5A അഡ്വർടൈസ്മെന്റ്, ദ സ്റ്റുഡന്റ് ഓഫ് ക്ലാസ് 4 prepared some delicious cakes with the help of their class teacher. They want to sell the cakes. പ്രിപ്പയർ ആൻ അഡ്വർടൈസ്മെന്റ് ഓഫ് ദ കേക്ക്സ്. കേക്ക്സ് വിൽപ്പനയോട് ബന്ധപ്പെട്ട അഡ്വർടൈസ്മെന്റ് തയ്യാറാക്കാനാണ്. ഇതിൻ്റെ എല്ലാ ഉത്തരം ടീച്ചർ എക്സാം കഴിഞ്ഞിട്ട് അയച്ചു തരാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ആവശ്യമില്ല, കാരണം നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ആൻസർ ഇപ്പോൾ പറയാത്തത്. 5B പോസ്റ്റർ. Didi and the children wanted to keep the village clean and tidy. They planned to prepare a poster to display in the village. Prepare the poster. ആ ഒരു സ്ഥലം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത്, അങ്ങനെ പോസ്റ്റർ തയ്യാറാക്കാം. പരിസരം ശുചിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോസ്റ്റർ തയ്യാറാക്കാനായിരുന്നു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 5B ക്വസ്റ്റ്യൻ. 5A അഡ്വർടൈസ്മെന്റ്, 5B പോസ്റ്ററുമാണ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.